ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട ഹെയർ ബാൻഡും ഹെയർ ബുഷൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മക്കളെ ഒന്ന് സ്കൂളിൽ പോകുന്ന ടൈമാകുമ്പം അവർക്ക് എത്ര ഉണ്ടായാലും അവർക്ക് മതിയാവില്ല. ചിലപ്പം സ്കൂളിൽ വെച്ച് മറന്നു പോകും, അല്ലെങ്കിൽ അത് അവർ കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് അതൊക്കെ അതിൻ്റെ മുത്തും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നമുക്ക് പഴയ ഹെയർ ബാൻഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒരു പുതിയ ഹെയർ ബാൻഡാക്കി മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിന് വാങ്ങിച്ച് വെച്ച കുറച്ച് മുത്തും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാം. ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ നേരത്തെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഷോപ്പിൽ അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഹോൾസെയിൽ കിട്ടുന്ന കടകൾ ഒരു ഇതിൽ എല്ലാ സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് തയ്ച്ചേക്കുന്ന ഹെയർ ബാൻഡിന് 10 രൂപയാണുള്ളത്. അതുപോലെ തന്നെ മറ്റേ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, ആ ഒരു റൗണ്ടായിട്ടുള്ളത്, അതിന് നമുക്ക് 8 രൂപയാണ് വരുന്നുള്ളൂ. പിന്നെ മുത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം വില വരുന്നില്ല. നമ്മളൊരു മുത്ത് വെച്ച ഒരു ഹെയർ ബാൻഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 35 രൂപ 45 രൂപയൊക്കെ നമുക്ക് കൊടുക്കണം. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു 45 രൂപയുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ഹെയർ ബാൻഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. മുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നില്ല. കുട്ടികളുടെ മാലയൊക്കെ പൊട്ടിയതിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ പല കളറിൽ വേണമെങ്കിൽ എടുക്കാം. വൈറ്റ് തന്നെ വേണമെന്നില്ല, ചെറുതോ വലുതോ അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ള മുത്തുകളെല്ലാം നമുക്കിവിടെ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. അതിന് നമുക്ക് മുത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കമ്പി വേണം. നമുക്ക് ഷോപ്പിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിന് നമുക്ക് അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. നമുക്ക് 5 രൂപയോ 10 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു കമ്പി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഗോൾഡൻ കളറിലുണ്ട്, സിൽവറും ഉണ്ട്. നമുക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഒരു തവണ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസി ആയിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഈ ഒരു കമ്പി ജസ്റ്റ് നമുക്ക് ആ ചെവിയിൽ നിന്നും മേളിലേക്ക് വരുന്ന ആ ഒരു ഭാഗം മുതലാണ് നമ്മൾ ഈ ഒരു കമ്പി എടുക്കേണ്ടത്. ആദ്യം നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കമ്പിയുടെ തുമ്പത്തിൽ നിന്ന് നമ്മൾ ആ ഓരോ മുത്തുകൾ നമ്മൾ അതിനകത്തേക്ക് കോർത്തെടുക്കണം. ഓരോ മുത്തായിട്ട് നമ്മൾ കോർത്തെടുത്തിട്ട് കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ട് ആ കമ്പി ഉണ്ടല്ലോ, നൂൽക്കമ്പി നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഉള്ളിൽ കൂടെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഓരോ മുത്തും നമ്മൾ അതുപോലെ തന്നെ കോർത്ത് എടുക്കുക. നമ്മുടെ കയ്യിൽ 1-2 കളർ മുത്തുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു വൈറ്റ് വയ്ക്കുക, വൈറ്റ് ഒരു കളർ വയ്ക്കുകയും അതിനുശേഷം അടുത്ത കളർ വെച്ചിട്ട് നമുക്കിതുപോലെ ചുറ്റി എടുക്കാവുന്നതാണ്. ആദ്യം എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്മളത് എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയാൻ പറ്റും കേട്ടോ.
ഇത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് നമുക്ക് ആർക്കെങ്കിലും സെയിൽ ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് പല കളറിലും നമുക്ക് ഇതുപോലെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹെയർ ബാൻഡിന് ഒരു 30 രൂപ 35 രൂപ ആ ഒരു റേറ്റിന് നമുക്കിത് കൊടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വേറെ നമുക്ക് പല മോഡലിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ അടുത്ത ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതും ഇതേ സെയിം മുത്ത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കമ്പിയുടെ ടൈപ്പുള്ള ഹെയർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെറിയ റേറ്റിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരെണ്ണത്തിന് 8 രൂപ മറ്റേ ഉള്ളൂ ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിക്കാനായിട്ട്. നമ്മളത് ഡസൻ ഇതായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റും കൂടെ നമുക്ക് കുറച്ച് കിട്ടും. ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റൗണ്ട് ഈ കമ്പി കൂടെ നമ്മൾ മുത്തെല്ലാം നമ്മൾ ജസ്റ്റ് കോർത്തെടുത്താൽ മതി. ഞാൻ ഈ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ കുറച്ച് വലിയ മുത്താണ് ഇട്ടേക്കുന്നത്. സൈഡിലൊക്കെ പിന്നെ നമുക്ക് ചെറിയ മുത്തുകളാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ വേറെ കളർ ചേഞ്ച് ആയിട്ടുള്ള മുത്തുകൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാൻ ഈ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ കുറച്ച് വലിയ മുത്താണ് ഇട്ടേക്കുന്നത്. സൈഡിലൊക്കെ പിന്നെ നമുക്ക് ചെറിയ മുത്തുകളാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ വേറെ കളർ ചേഞ്ച് ആയിട്ടുള്ള
മുത്തുകൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാൻ ഈ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ കുറച്ച് വലിയ മുത്താണ് ഇട്ടേക്കുന്നത്. സൈഡിലൊക്കെ പിന്നെ നമുക്ക് ചെറിയ മുത്തുകളാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ വേറെ കളർ ചേഞ്ച് ആയിട്ടുള്ള മുത്തുകൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും.
നമ്മൾ മുത്തെല്ലാം കോർത്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അരികത്ത് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ കുറച്ച് പശ വെച്ചിട്ട് വേണം നമ്മൾ ലാസ്റ്റ് മുത്ത് അവിടെ വയ്ക്കാനായിട്ട്. എന്നാലാണ് അത് ഒട്ടി അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ഊർന്നു പോകും. നല്ല ടൈറ്റിന് നല്ലതുപോലെ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹെയർ ബാൻഡും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് തുണി വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ്, അതായത് നമുക്ക് ഹെയർ ബുഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് എന്തെങ്കിലും കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള തുണിയും കുറച്ച് എലാസ്റ്റിക്കും മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സൂചി നൂലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നമ്മൾ എടുത്തേക്കുന്നത് 3 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തേക്കുന്നത്. നീളം ഒരു 15-16 ഇഞ്ച് നമുക്കെടുക്കാം. ആ ഒരു അളവിൽ ഞാൻ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു അളവിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള തുണിയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് 2 തുണിയിൽ ഞാൻ ഡിഫറെൻ്റ് ഇതായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ.
ഇതും സെയിം അളവിൽ തന്നെയാണ് കേട്ടോ ബ്ലാക്കും ഞാൻ എടുത്തേക്കുന്നത്. ആ പീസ് രണ്ടാക്കി മടക്കി എടുത്തിട്ട് നല്ല വശം ഉള്ളിലായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നിയെടുത്താലും മതി. എന്നിട്ട് തയ്ച്ചതിന് ശേഷം നമുക്കൊരു പിന്ന് ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് മറിച്ചെടുക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 5.5 ഇഞ്ചിലുള്ള ഒരു അലാസ്റ്റിക്കാണ് വേണ്ടത്. ചെറിയ റൗണ്ടായിട്ടുള്ള അലാസ്റ്റിക് കിട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത്. ഇത് കുറച്ച് വീതിയുള്ള ടൈപ്പ് അലാസ്റ്റിക്കാണ് കേട്ടോ. അതായത് ഒരു 4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ്. ഒരു 5.5 ഇഞ്ച് മതി. ഇനി വലിയവർക്ക് തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ചൊക്കെ നമുക്കെടുക്കാം. ഈ ഒരു അലാസ്റ്റിക് നമുക്ക് പിന്നിൽ കുത്തിയിട്ട് നമുക്കതിൽ നിന്നും കോർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് 2 അറ്റവും കൂടി നമുക്ക് തയ്ച്ചെടുക്കണം. അല്ലെങ്കിൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് തുന്നിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇത് സ്റ്റിച്ച് ചെയ്താണ് എടുത്തേക്കുന്നത്. അല്ല, മെഷീനില്ലാത്തവർക്കാണെങ്കിൽ നല്ലതുപോലെ തുന്നിയെടുത്താൽ മതി. പൊട്ടിപ്പോവാത്ത രീതിയിൽ കുറച്ച് നമ്മൾ കട്ടിയിൽ തുന്നി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ആ തയ്ച്ചേക്കുന്ന ആ തുണിയുടെ സൈഡും ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ 2 സൈഡും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. അത് നമുക്ക് ജസ്റ്റ് ഒരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് ആ സൈഡ് 2 കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ അടുത്ത ആ എടുത്ത നെറ്റിൻ്റെ തുണിയും ഇതുപോലെ തന്നെ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്നുകിൽ നമുക്ക് ഒരു ലെയറിൽ നമുക്ക് ഇതുപോലെ ആ ഒരു തുണി നമുക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ 2 പീസ് നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. 2 പീസ് ഒരുമിച്ച് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പീസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും മുത്തോ എന്തെങ്കിലുമൊക്കെ നമുക്കതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ വയ്ക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതുപോലെ ഒരു സൈഡ് തയ്ച്ചെടുത്തതിന് ശേഷം മറിച്ചെടുത്തിട്ട് നമുക്ക് അലാസ്റ്റിക് അതിനുള്ളിലൂടെ കോർത്തിട്ട് നമുക്ക് 2 അറ്റവും നമ്മളതൊന്ന് തയ്ച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എളുപ്പം കഴിയും നമുക്കിത് ഈ ഒരു ബുഷ് ഉണ്ടാക്കാനായിട്ട്. ഇത് ഉണ്ടാക്കാൻ അധികം ചിലവൊന്നുമില്ല. തുണിയാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഷോളോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ചുരിദാറിൽ നിന്ന് നമുക്ക് അങ്ങനെ ഏതെങ്കിലും നിന്ന് നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കളർ അല്ലെങ്കിൽ നമുക്ക് ഒരു ബുഷ് ഉണ്ടാക്കാൻ 2 കളറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സ് എടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ തയ്ച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. ഇതൊന്നും നമ്മൾ വലിയ വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വലുതാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ മുടിയിലിടുമ്പോൾ 2 ലെയറായിട്ടാണ് നമ്മൾ ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് വലുതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്ലാക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചേക്കുന്ന എലാസ്റ്റിക് നമുക്ക് ബ്ലാക്ക് കളറിലൊക്കെ കിട്ടും. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റൗണ്ടിലുള്ള എലാസ്റ്റിക് കിട്ടും, അതാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ നമുക്കത് പുറമേ കാണില്ല ലാസ്റ്റിക്ക്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ബോയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ എടുത്തിരുന്ന ഒരു ഹെയർ ബാൻഡ്. ഈ ഒരു ഹെയർ ബാൻഡിന് നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപയുള്ളൂ, നമുക്ക് ഷോപ്പിൽ നിന്നും കിട്ടും. പിന്നെ ഈ ലേസിനാണെങ്കിലും നമുക്ക് അധികം വിലയൊന്നുമില്ല, മീറ്ററായിട്ട് നമുക്ക് മുറിച്ച് എടുക്കാൻ പറ്റും. പല കളറിലുള്ള പല ടൈപ്പിലുള്ള നമുക്ക് ഇതുപോലെ തന്നെ റിബൺ നമുക്ക് വാങ്ങിക്കാൻ കടയിൽ നിന്ന് കിട്ടും. ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡും അതുപോലെ തന്നെ ലേസ്, പിന്നെ നമുക്ക് പശ വേണം, നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ നമുക്ക് മുത്തുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കും. ഈ ഹെയർ ബാൻഡ് സൈഡിലാണ് നമ്മളതിൻ്റെ ആ ഒരു ഫ്ലവർ വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കിയെടുത്തിട്ട് അടുത്ത ഭാഗം നമ്മൾ ആ ഒരു സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ ഇതായിട്ടൊന്നുകൂടെ മടക്കിയെടുക്കുക. അതിന് വലുതാക്കി എടുക്കരുത്, അതിന് തൊട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് മടക്കിയെടുക്കുക. ഈ കാണിക്കുന്നത് പോലെ മടക്കിയെടുക്കുക. ഈ ഒരു ബാക്ക് സൈഡ് നമ്മൾ അതുപോലെ തന്നെ ആക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ 2-3 ലെയറായിട്ട് നമുക്ക് എടുക്കാം. 2-3 ലെയർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് എടുക്കാം. അല്ല ഒരുപാട് ഞെറിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിബൺ മൊത്തത്തിൽ നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ ലെയറായിട്ടിരിക്കുന്നതാണ് കാണാനായിട്ട് ഭംഗിയുള്ളത്. ഇത് നമുക്ക് അധികം റേറ്റ് വരുന്നില്ല നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ നമ്മളൊരു ഷോപ്പിൽ പോയി നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നമുക്കൊരു 35 എബവ് നമുക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിന്. പക്ഷേ ഈ ഒരു 35 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ഹെയർ ബാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്താൽ മതി. നല്ല ഹെയർ ബാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അത് കഴിഞ്ഞ് അതങ്ങോട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യത്തിനും നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കഴിയുമ്പോൾ നമുക്കെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. ആ ഒരു ഇതെടുത്തതിന് നമ്മൾ ഞെറിവെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ നടുക്ക് നമുക്ക് ഇതുപോലത്തെ നമുക്ക് ഈ ഒരു ചെയിൻ നമുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ മുത്തുണ്ടെങ്കിൽ മുത്ത് വയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഈ ചെയിൻ നമുക്ക് 2 കളറിൽ അവൈലബിൾ ആണ്, അതായത് ഗോൾഡൻ കളറും സിൽവർ കളറും കൂടെ നമുക്ക് ഷോപ്പിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതാദ്യം നമുക്കൊന്ന് ഗം വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം.
ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടിക്കുക കേട്ടോ. ആ ഒരു റിബണിൻ്റെ സെൻറ്ററും ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററും കൂടി ഇതാക്കി വെച്ചിട്ട് വേണം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അരികത്താകുമ്പോൾ നമ്മൾ വയ്ക്കുമ്പം ഭംഗിയുണ്ടാവില്ല. നല്ലതുപോലെ ആ പശ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇളകിപ്പോരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ നമുക്ക് വേറെ പശ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സ്റ്റോറിൽ, അത് വാങ്ങിച്ചാലും മതി കേട്ടോ. എൻ്റെ ഗ്ലൂ ഗണ്ണ് ചെറിയൊരു മിസ്റ്റേക്കിന് കുറേ നാൾ യൂസ് ചെയ്യാതിരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ഇതായിട്ട് വരുന്നില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഞാനിത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഈ ഒരു ചെയിനും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വീതിയിൽ വേണമെങ്കിൽ വീതിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം വയ്ക്കാം കേട്ടോ. പക്ഷെ ഞാനത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഇത് നല്ലതുപോലെ പശ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ബലം കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഇളകി പോകില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഹെയർ ബാൻഡ് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. നമുക്കത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇത് പല കളറിലുള്ള ചെറിയ ചെറിയ നമ്മുടെ സ്പോഞ്ചിൻ്റെ ഇതാണ് കേട്ടോ. അത് റൗണ്ട് ഷേപ്പിലുള്ളതാണ്. കാണാനും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇത് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് ഷോപ്പിലൊരു 3 രൂപ 3.50 ആ ഒരു റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് 1-2 എണ്ണം വാങ്ങിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്ലിപ്പിൻ്റെ മേളിൽ കുറച്ച് പശ തേച്ച് കൊടുക്കുക. നമുക്ക് ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്നും ഈ മുത്തൊക്കെ ഒട്ടിക്കുന്ന പശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. ഒരു ചെറിയ ബോട്ടിലൊരു 100 രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത്. പക്ഷേ അത് നമുക്ക് കുറേ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാകും. അതിനകത്ത് നമ്മൾ പശ ഒട്ടിച്ചതിന് ശേഷം ഈ ഓരോ മുത്ത് നമ്മളതിന് മുകളിലേക്ക് എടുത്ത് വയ്ക്കുക. നല്ലതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു പാക്കറ്റ് നമുക്ക് വരുമ്പോൾ ഒരു 10-15 രൂപയാണ് നമുക്ക് വരുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് കളർ ഉണ്ടാകും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ കളറിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ പശ നന്നായിട്ട് തേച്ച് കൊടുക്കണം, നല്ലതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കുകയും വേണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്നത് കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നത് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് വേണ്ട നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിതിന് പകരം ഇതിൻ്റെ മുകളിൽ നമുക്ക് മുത്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഹാഫ് ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പല വലിപ്പത്തിലുള്ളത് പല കളറിലുള്ളതും നമുക്ക് കിട്ടും. അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഈ ക്ലിപ്പിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. കല്ലുകളും കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. Thank you.